ഫുട്ബോൾ ആരാധകരെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന പോരാട്ടമായിരുന്നു ഫിഫ ക്ലബ് വേൾഡ് കപ്പിലെ ഇന്റർ മയാമി PSG പോരാട്ടം. മെഴ്സിഡീസ് ബെൻസ് സ്റ്റേഡിയത്തിൽ മത്സരം അവസാനിക്കുമ്പോൾ PSG ഇന്റർ മയാമി എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മത്സരത്തിന്റെ എല്ലാ വിജയ സാധ്യതകളും PSG തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന താരങ്ങളാൽ സമ്പന്നമാണ് PSG. സ്കോഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും മറ്റു എല്ലാ കാര്യത്തിലും PSG ഇന്റർ മയാമിയേക്കാൾ ഏറെ മുന്നിലായിരുന്നു. ഇന്റർ മയാമി പരാജയപ്പെട്ടത് സാധാരണ ഒരു ടീമിനെതിരെയല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും നമ്പർ 1 ക്ലബിനെതിരെയാണ്. ശരിയാണ്, ഇന്റർ മയാമി 4 ഗോളുകൾക്ക് തോറ്റു. എന്നാൽ ഇതേ PSG ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ശക്തരായ ഇന്റർ മിലാനെതിരെ 5 ഗോളുകൾക്കാണ് വിജയിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG 5 ഗോളുകൾക്ക് പരാജയപ്പെട്ട ഇന്റർ മിലാനുമായി വരെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്റർ മയാമിക്ക് കിട്ടുന്ന മാർക്ക് 10-ൽ വെറും 1 മാത്രമാണ്. അതിനർത്ഥം ഇത് മെസ്സിക്കും സംഘത്തിനും നാണം കെട്ട ഒരു തോൽവിയല്ല എന്ന് തന്നെയാണ്. തങ്ങളുടെ ലീഗിൽ വളരെയധികം താഴെത്തട്ടിൽ കിടന്നിരുന്ന ഒരു ടീം ലിയണൽ മെസ്സി വന്നതിന് ശേഷമാണ് തങ്ങളുടെ ലീഗിൽ ഒരു മേജർ കിരീടം ഉയർത്തിയത്. പിന്നീട് ലീഗിന് പുറത്തേക്ക് മത്സരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത നേടിയത് ലിയണൽ മെസ്സി എത്തിയതിനു ശേഷമാണ്. ഒരു യൂറോപ്യൻ സൈഡിനെതിരെ മയാമി ആദ്യമായി കളിക്കുന്നതും ലിയണൽ മെസ്സി എത്തിയതിനു ശേഷമാണ്. അത് ക്ലബ്ബ് വേൾഡ് കപ്പിലെ പോർട്ടോയ്ക്കെതിരെയുള്ള മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ ഉഗ്രൻ ഫ്രീ കിക്ക് ഗോളിൽ ഇന്റർ മയാമി വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മയാമി ഒരു യൂറോപ്യൻ സൈഡിനെതിരെ കളിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം PSG ബയൺ മ്യൂണിക്കും റിയൽ മാഡ്രിഡും ഇന്റർ മിലാനും അടക്കമുള്ള വമ്പൻ ക്ലബ്ബുകൾ കളിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ഇതെല്ലാം നടന്നത് ലിയണൽ മെസ്സി ഇന്റർ മയാമിയിൽ എത്തിയതിനു ശേഷമാണ്. ഇതെല്ലാം നടത്തിയെടുത്തതും ലിയണൽ മെസ്സിയാണ്. ഈ കടമ്പകളെല്ലാം കടന്നതിന് ശേഷമാണ് ഇന്റർ മയാമി PSG എന്ന വമ്പൻ ടീമിനെതിരെ പരാജയപ്പെട്ടത്. കൂടാതെ ഇരു ടീമിലെയും സ്കോഡ് സ്ട്രെങ്തനെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഇന്റർ മയാമിയും PSG തമ്മിലുള്ള അന്തരം. ഈ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ഉസ്താരി, ജോർഡി ആൽബ, അലൻ, ഫാൽക്കൻ, വേഗന്റ്, സെഗോവിയ, ബുസ്കസ്, റൊഡോണ്ടോ, അലൻഡെ, സുവാരസ്, ലിയണൽ മെസ്സി എന്നിവരായിരുന്നു ആദ്യ 11-ൽ കളത്തിലിറങ്ങിയത്. 4-4-2 ഫോർമേഷൻ ആയിരുന്നു ഇന്റർ മയാമിയുടേത്. എന്നാൽ മറുവശത്ത് PSG 4-3-3 ഫോർമേഷനിൽ ഡൊണ്ണറുമ, ഹക്കീമി, മാർക്കീനിയോസ്, പാച്ചോ, മെൻഡസ്, നെവസ്, വിറ്റീന, റൂയിസ്, ബാർക്കോള, ഡുയോ, ഖവരഷ്കേലിയ എന്നിവരായിരുന്നു കളത്തിലിറങ്ങിയത്. 4 ഗോളുകളാണ് ഇന്റർ മയാമി മത്സരത്തിൽ വഴങ്ങിയത്. അതിൽ ആദ്യത്തെ 3 ഗോളുകളും ഡിഫൻസീവ് എറർ ആയിരുന്നു. ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ ഇന്റർ മയാമിയുടെ പ്രതിരോധം ഒരൽപ്പം ശ്രദ്ധിച്ചു കളിക്കുകയോ അല്ലെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു പ്രതിരോധ നിര ഇന്റർ മയാമിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ മത്സരത്തിന്റെ റിസൾട്ട് ഇങ്ങനെ ആകുമായിരുന്നില്ല. പ്രതിരോധത്തിന് പുറമെ മധ്യനിരയിൽ കളി മെനയാൻ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിയണൽ മെസ്സിയും സുവാരസും എല്ലാം വളരെയധികം ഡീപ്പിലേക്ക് ഇറങ്ങിയാണ് കളിച്ചത്. ഇന്റർ മയാമി നടത്തിയ എല്ലാ മുന്നേറ്റങ്ങളും മധ്യനിരക്ക് മുൻപിൽ നിന്ന് ലിയണൽ മെസ്സി തുടങ്ങി വെച്ചതാകും. മെസ്സി അല്ലാതെ മറ്റാരും ഈ ഒരു മത്സരത്തിൽ PSG-ക്കെതിരെ ക്രിയേറ്റീവായ ഒരു മുന്നേറ്റവും നടത്തിയിരുന്നില്ല. അതും മത്സരത്തിന്റെ 2ാം പകുതി വരെ കാത്തിരിക്കേണ്ടി വന്നു ലിയണൽ മെസ്സിയുടെ ചില ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി. ആദ്യ പകുതി തീർത്തും PSG അടക്കി ഭരിച്ചു. മത്സരത്തിന്റെ മുഴുവൻ താളവും PSG-യുടെ കൈകളിലായിരുന്നു. ഒരുപക്ഷെ ഇന്റർ മയാമിയുടെ ഫോർമേഷനിൽ ചെറിയ തോതിൽ മാറ്റം വന്നിരുന്നെങ്കിൽ ഒരൽപ്പം കൂടി ഇന്റർ മയാമിക്ക് സുഖകരമായി കളിക്കാമായിരുന്നു. 5-3-2 എന്ന ഫോർമേഷനിലാണ് ഇന്റർ മയാമി കളിച്ചിരുന്നതെങ്കിൽ ചെറിയ തോതിലുള്ള ഡിഫൻസീവ് സപ്പോർട്ട് ഇന്റർ മയാമിക്ക് കിട്ടുമായിരുന്നു. 4-3-3 ഫോർമേഷനിലാണ് PSG കളിച്ചത്. PSG-യുടെ ഒരു കളിശൈലി എങ്ങനെയെന്നാൽ ഫോർമേഷനിൽ 4 ബാക്കുകൾ ഉണ്ടെങ്കിലും മത്സരം തുടങ്ങി കഴിയുമ്പോൾ ആ ബാക്കുകളുടെ എണ്ണം 3 മാറും. വിംഗ് ബാക്കിൽ കളിക്കുന്ന ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമിയും മധ്യനിരയിലേക്ക് കൂടുതൽ പ്രസ് ചെയ്ത് കളിക്കും. ഇതിലൂടെ അറ്റാക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും PSG കളിക്കുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്റർ മയാമിയുടെ പ്രതിരോധം പൊട്ടി ഗോൾ വഴങ്ങേണ്ടി വന്നത്. എന്നാൽ 5-3-2 ഫോർമേഷനിലാണ് ഇന്റർ മയാമി കളിച്ചിരുന്നതെങ്കിൽ അഷ്റഫ് ഹക്കീമിക്കും ന്യൂനോ മെൻഡസിനും PSG-യുടെ വിങ്ങുകളിലൂടെ ഇത്രയും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. PSG എപ്പോഴും ഹൈ പ്രസിംഗ് ഗെയിമാണ് മത്സരത്തിൽ പുറത്തെടുക്കാറുള്ളത്. അത് മുന്നിൽ കണ്ട് ഇന്റർ മയാമി PSG-യുടെ ഹൈ പ്രസിംഗ് ഗെയിമിനെ പ്രതിരോധിക്കാൻ ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല. ഇന്റർ മയാമിയും മത്സരത്തിന് മുൻപ് നടന്ന പരിശീലനത്തിൽ ഹൈ പ്രസിംഗ് ഗെയിമിനാണ് പരിശീലനം നടത്തിയത്. വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ ഹൈ പ്രസിംഗ് ഗെയിമിനും ലോങ് ബോളുകൾക്കുമായിരുന്നു ഇന്റർ മയാമി പരിശീലനത്തിൽ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇതൊന്നും മത്സരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ മയാമി താരങ്ങൾക്ക് സാധിച്ചില്ല. മത്സരത്തിലെ ആദ്യ ഗോൾ ഒരു ഫ്രീ കിക്ക് അസിസ്റ്റിലൂടെയായിരുന്നു.
ബോക്സിന് പുറത്ത് വലതുഭാഗത്ത് നിന്ന് വിറ്റീന ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ഗോൾ നേടിയ നെവസ് ബോക്സിന്റെ ഇടതുഭാഗത്ത് ആരാലും മാർക്ക് ചെയ്യാതെ നിൽക്കുകയാണ്. നെവസിന് തൊട്ടു മുൻപിലുണ്ടായിരുന്ന ഇന്റർ മയാമി താരം നെവസിനെ കാണുന്നുണ്ട്. ഫ്രീ കിക്ക് എടുക്കുമ്പോൾ നെവസിലേക്ക് ആ താരം ഓടുന്നുണ്ടെങ്കിലും മറ്റൊരു PSG താരം ആ ഓട്ടത്തെ തടഞ്ഞു. ആ ഗ്യാപ്പ് മുതലെടുത്താണ് നെവസ് വിറ്റീനയുടെ ഫ്രീ കിക്കിനെ ഹെഡ് ചെയ്തത്. അങ്ങനെ ആദ്യ ഗോൾ വീണു. ഒരുപക്ഷെ മയാമി പ്രതിരോധ താരത്തിന് ആദ്യമേ നെവസിനെ മാർക്ക് ചെയ്യാമായിരുന്നു. ഇനി രണ്ടാമത്തെ ഗോളിലേക്കൊന്ന് നോക്കുക. ഇടത് വിങ്ങിൽ നിൽക്കുന്ന ഇന്റർ മയാമി പ്രതിരോധ താരം അവില്ലസ് സെർജിയോ ബുസ്കസിന് മധ്യനിരയിലേക്ക് പന്ത് കൈമാറുകയാണ്. മധ്യനിരയിൽ നിന്ന് ബോൾ റിസീവ് ചെയ്ത സെർജിയോ ബുസ്കസ് പെട്ടെന്ന് തന്നെ ഇടത് വിങ്ങിലേക്ക് പന്ത് കൈമാറേണ്ടതിന് പകരം തന്റെ പിന്നിൽ ഒരു പ്രതിരോധ താരം പോലും ഇല്ലാതിരിക്കെ പന്ത് ഹോൾഡ് ചെയ്ത് ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് വരുത്തുകയാണ്. ബുസ്കസിന്റെ ആ ഒരു മിസ്റ്റേക്ക് മുതലെടുത്ത് PSG മധ്യനിര താരം മാർക്കോസ് റൂയിസ് അതിവേഗം ബുസ്കസിന്റെ കയ്യിൽ നിന്ന് ആ പന്ത് തട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം PSG താരങ്ങൾ നടത്തിയ ഒരു വാൾ പാസിലൂടെയാണ് PSG ഗോൾ നേടുന്നത്. ആദ്യ ഗോൾ നേടിയ നെവസ് തന്നെയാണ് ഈ ഗോളും കണ്ടെത്തിയത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ബുസ്കസിന്റെ കയ്യിൽ നിന്ന് പന്ത് മിസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു പ്രതിരോധ താരവും ഇല്ല എന്നതിലുപരി PSG മധ്യനിര താരമായ മാർക്കോ റൂയിസിനെ മാർക്ക് ചെയ്യാൻ മിയാമിയുടെ ഒരു മധ്യനിര താരം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. PSG ഗോൾ നേടുമ്പോൾ ബോക്സിനുള്ളിൽ ഇന്റർ മയാമിയുടെ 4 താരങ്ങൾ മാത്രമാണുള്ളത്. ഇനി മൂന്നാം ഗോളിലേക്ക് നോക്കുകയാണെങ്കിൽ മത്സരത്തിൽ ഉടനീളം ഹക്കീമിയും ന്യൂനോ മെൻഡസും ഇരുവിങ്ങുകളിലൂടെയും ഹൈ പ്രസിംഗ് ഗെയിമാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഒരു ഹൈ പ്രസിംഗ് ഗെയിമിലൂടെ തന്നെയാണ് മൂന്നാം ഗോൾ PSG കണ്ടെത്തിയത്. ഗ്രൗണ്ടിന്റെ വലത് വിങ്ങിൽ നിന്ന് അഷ്റഫ് ഹക്കീമി ഡെസീറോ ഡോവിലേക്ക് പന്ത് നൽകുമ്പോൾ സെർജിയോ ബുസ്കസിന്റെയും ഇന്റർ മയാമി പ്രതിരോധ താരത്തിന്റെയും ഇടയിലൂടെ ഡെസീറോ ഡോ ഓടിക്കയറുമ്പോഴും ഡെസീറോ ഡോവിനെ മാർക്ക് ചെയ്യാൻ ബുസ്കസിന് സാധിക്കുന്നില്ല. താരം ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിമനോഹരമായ ഒരു ക്രോസ് നൽകി അത് ഇന്റർ മയാമി പ്രതിരോധ താരം അവില്ലസിന്റെ ദേഹത്ത് തട്ടി ഒരു ഓൺ ഗോളായി മാറി. മത്സരത്തിലെ 4ാം ഗോളും വലത് വിങ്ങിലൂടെ വന്നതാണ്. PSG മധ്യനിര താരമായ വിറ്റീന സെൻട്രലിൽ നിന്ന് വിങ്ങിലുള്ള ബാർക്കോളയിലേക്ക് പന്ത് ലോബ് ചെയ്തിടുമ്പോൾ ബാർക്കോളയെ മാർക്ക് ചെയ്യാൻ ഇന്റർ മയാമിയുടെ ഒരു പ്രതിരോധ താരം പോലും ഉണ്ടായിരുന്നില്ല. വളരെ നിസ്സാരമായി ബാർക്കോള ഇന്റർ മയാമിയുടെ ബോക്സിനുള്ളിലേക്ക് കയറുകയും ആ പന്തിന് ക്രോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വലത് വിങ്ങിൽ നിന്നും ബാർക്കോള ക്രോസ് ചെയ്ത ആ പന്തിനെ കണക്ട് ചെയ്യുന്നത് PSG വലത് വിങ് ബാക്കിൽ കളിക്കുന്ന ഹക്കീമിയാണ്. ഇന്റർ മയാമി ബോക്സിനുള്ളിൽ ആരാലും മാർക്ക് ചെയ്യാത്ത ഹക്കീമിയുടെ ആദ്യ ഷോട്ട് പോസ്റ്റിൽ തട്ടി വന്നെങ്കിലും രണ്ടാമത്തെ ഷോട്ട് ഹക്കീമി വലക്കുള്ളിലാക്കി. അങ്ങനെ ആദ്യ പകുതിയിൽ 4 ഗോളുകളുടെ ആധിപത്യമായിരുന്നു PSG ഇന്റർ മയാമിക്കെതിരെ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാം പകുതിയിൽ ലിയണൽ മെസ്സിയുടെ ചില മുന്നേറ്റങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലിയണൽ മെസ്സി നൽകുന്ന ത്രൂ പാസുകളെ കണക്ട് ചെയ്യാനും മെസ്സി നൽകുന്ന ഫൈനൽ പാസുകളെ ഗോളാക്കി മാറ്റാനും മയാമി താരങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ മത്സരത്തിൽ ലൂയിസ് സുവാരസ് ഒന്നും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ലിയണൽ മെസ്സി നടത്തിയ ചില ഒറ്റയാൻ മുന്നേറ്റങ്ങളും PSG ഗോൾ കീപ്പർ ഡൊണ്ണറമുക്ക് മുന്നിൽ അവസാനിച്ചിരുന്നു. എന്തായാലും പ്രതിരോധത്തിൽ ഒരൽപ്പം മികവ് ഇന്റർ മയാമി കാണിച്ചിരുന്നുവെങ്കിൽ ഇതിലും മികച്ച രീതിയിൽ മത്സരം അവസാനിപ്പിക്കാൻ ഇന്റർ മയാമിക്ക് സാധിക്കുമായിരുന്നു.